നമസ്കാരം. വി ഡി സതീശൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാകാനാണ് പോകുന്നത്? വി ഡി സതീശൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണോ? ഈ രണ്ട് ചോദ്യങ്ങൾ കേരള രാഷ്ട്രീയ വർത്തമാന മാധ്യമ രംഗം ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് ചോദ്യങ്ങൾ. വി ഡി സതീശനാണോ പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി? എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? അതാരാണ് പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി മുമ്പ്? നമ്മുടെ 12 മുഖ്യമന്ത്രിമാർ, ഇത് 13ാമത്തെ ആളാണല്ലോ വരാൻ പോകുന്നത്. 12 മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ്? വി ഡി സതീശൻ 13ാമത്തെ മുഖ്യമന്ത്രിയാകുമ്പോൾ അതിനു മുമ്പേ നടന്നവരുടെ ചരിത്രം നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം പ്രായത്തിലേക്ക് കടക്കാം. അതുവരെ കാത്തിരിക്കണം. ഒന്നാമത്തെ മുഖ്യമന്ത്രി സാക്ഷാൽ EMS നമ്പൂതിരിപ്പാടാണ്. 1957 ഏപ്രിൽ 5-ന് അധികാരത്തിലേറിയ കേരളത്തിൻ്റെ തന്നെ ആദ്യത്തെ മുഖ്യമന്ത്രി. ഭൂപരിഷ്കരണവും എല്ലാവർക്കും വിദ്യാഭ്യാസവും മുഖ്യ പരിപാടിയായി മുന്നോട്ട് കൊണ്ടുപോയ ആ സർക്കാരിനെ മത സാമുദായിക ശക്തികളെ കൂടെ കൂട്ടി കോൺഗ്രസ് അട്ടിമറിച്ചു. വിമോചന സമരത്തിൻ്റെ പേരിൽ അതിൻ്റെ തുടർച്ചയായി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അട്ടിമറി. 1951 ജൂലൈ 31-ന് നെഹ്റു ഗവൺമെൻറ് ജനാധിപത്യ വിരുദ്ധമായി സർക്കാരിനെ പിരിച്ചുവിട്ടു. കേരള ചരിത്രത്തിലെ തന്നെ ഇരുണ്ട അധ്യായങ്ങളിൽ ഏറ്റവും വലിയ കാലം. അങ്ങനെ ഒന്നാമത്തെ സർക്കാർ തീർന്നു. EMS പക്ഷേ രണ്ടാമതും മുഖ്യമന്ത്രിയായി. അത് 1967 മാർച്ച് 6-നായിരുന്നു. 69 നവംബർ 1 വരെ നീണ്ട ഒരു സർക്കാർ. അങ്ങനെ EMS 2 തവണ മുഖ്യമന്ത്രിയായി. ഒരേ ആൾ. ഇനി രണ്ടാമത്തെ ആൾ മുഖ്യമന്ത്രിയായി വന്നത് പട്ടം താണുപിള്ളയായിരുന്നു. രണ്ടാം സർക്കാരിനെ നയിച്ച പട്ടം 1960 ഫെബ്രുവരി 22-ന് അധികാരത്തിലേറി. 1962 സെപ്റ്റംബർ 26 വരെ മാത്രം ആയുസ്സുണ്ടായിരുന്ന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി. മൂന്നാമത്തെ ആൾ R ശങ്കർ. 1962 സെപ്റ്റംബർ 26-ന് അധികാരത്തിലേറി. 1964 സെപ്റ്റംബർ 10-ന് ഒഴിഞ്ഞു. പിന്നാലെ അടുത്ത സർക്കാർ വീണ്ടും EMS-ൻ്റേത്. അത് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഇനി നാലാമത്തെ ആൾ, അത് C അച്യുതമേനോനാണ്. 1969 നവംബർ 1-ന് മുഖ്യമന്ത്രിയായി അച്യുതമേനോൻ ആദ്യ തവണ. 70 ഓഗസ്റ്റ് 1 വരെ അത് നീണ്ടു. എന്നാൽ പിന്നാലെ അതേ അച്യുതമേനോൻ 70 ഒക്ടോബർ 4-ന് വീണ്ടും മുഖ്യമന്ത്രിയായി. പിന്നാലെ അടിയന്തരാവസ്ഥയൊക്കെ വന്ന് തെരഞ്ഞെടുപ്പൊന്നും നടക്കാതെ തന്നെ ഭരണം നീണ്ടുപോയി. അങ്ങനെ 77 മാർച്ച് 25 വരെ അദ്ദേഹം ഭരിച്ചു. അഞ്ചാമത്തെ ആൾ K കരുണാകരനാണ്. 1977 മാർച്ച് 25 മുതൽ ഏപ്രിൽ 25 വരെ മാത്രം നീണ്ട കാലം. അത് പെട്ടെന്ന് അവസാനിച്ചുവെങ്കിലും പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ ഒരു കരുണാകര യുഗം തന്നെ പിറക്കുകയായിരുന്നു. അദ്ദേഹം രണ്ടാമതായി 81 ഡിസംബർ 28 മുതൽ 1982 മാർച്ച് 17 വരെ നീണ്ട ഒരു കാസ്റ്റിംഗ് വോട്ട് കാലമുണ്ട്. കേരള ചരിത്രത്തിൽ കാസ്റ്റിംഗ് വോട്ട് എന്ന് വിളിക്കപ്പെട്ട ഒരു കാലം. ഒരൊറ്റ സീറ്റിൻ്റെ ബലത്തിൽ, അതും സ്പീക്കർ. എന്നാൽ മൂന്നാമതായി 82 മെയ് 24-ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരമേറ്റ കരുണാകരൻ 5 വർഷം തികച്ചു. 87 മാർച്ച് 25 വരെ. അതിന് പിന്നാലെ 1991 ജൂൺ 24-ന് നാലാമത് കരുണാകരൻ മുഖ്യമന്ത്രിയായി. എന്നാൽ 1995 മാർച്ച് 16 വരെ 4 വർഷം മാത്രം നീണ്ട കാലയളവ്. അതിനുശേഷം കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങളുടെ തുടർച്ചയായി AK ആൻ്റണി ബാക്കിയുള്ള കാലത്തേക്ക് മുഖ്യമന്ത്രിയായി. കേരള രാഷ്ട്രീയത്തിൽ കരുണാകര യുഗത്തിൻ്റെ അന്ത്യം ആരംഭിക്കുകയായിരുന്നു. ആറാമത്തെ ആൾ മുഖ്യമന്ത്രി AK ആൻ്റണി കോൺഗ്രസിലെ അടുത്ത അധികാര കേന്ദ്രമായി കരുണാകരൻ്റെ കടുത്ത എതിരാളിയായി ദശകങ്ങളോളം കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച ആളായി ഒക്കെ മാറി. കരുണാകരനുമായുള്ള യുദ്ധത്തിൽ മാറിയും മറിഞ്ഞും AK അധികാര കേന്ദ്രം തന്നെയായി മാറി. ആദർശത്തിൻ്റെ മുത്തപ്പനായി അടയാളപ്പെടുത്തപ്പെട്ട നേതാവ്. മൂപ്പര് 3 തവണ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. നേരത്തെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ കരുണാകരനാണ് 4 തവണ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. പക്ഷേ കാലാവധിയുടെ കാര്യത്തിൽ വലിയ ദുരന്തമായിരുന്നു. ഇത് 3 തവണ മുഖ്യമന്ത്രിയായ ഒരാൾ AK ആൻ്റണിയാണ്. 77 ഏപ്രിൽ 27-ന് അധികാരമേറ്റു. 78 ഒക്ടോബർ 27 വരെ നീണ്ട ആദ്യകാലം. അതിനുശേഷം ഏറെക്കാലം കഴിഞ്ഞ് 95 മാർച്ച് 22 മുതൽ 96 മെയ് 7 വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായി. 2001 മെയ് 17 മുതൽ 2004 ഓഗസ്റ്റ് 29 വരെയും തുടർന്നു. അത് അവസാനത്തേതായിരുന്നു. ആ തവണ പക്ഷേ 5 വർഷം തികച്ചില്ല. 3.5 അടുത്ത് വരുന്ന കാലം. 4-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സ്ഥാനമൊഴിഞ്ഞ് കോൺഗ്രസിലെ കലാപത്തിൻ്റെ തുടർച്ചയായി ഒഴിയേണ്ടി വന്നു. ആ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി വന്നു. 7ാമത്തെ മുഖ്യമന്ത്രി അതിനിടയിൽ വരുന്നുണ്ട്. CPIയുടെ മുഖ്യമന്ത്രി വീണ്ടും വന്ന PK വാസുദേവൻ നായർ. 79 ഒക്ടോബർ 7 വരെ PK വാസുദേവൻ നായർ കേരളം ഭരിച്ചു. പിന്നാലെ 79 ഒക്ടോബർ 12-ന് 8ാമത്തെ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ അധികാരത്തിലേറി. 79 ഡിസംബർ 1 വരെ മാത്രം, വളരെ ചുരുങ്ങിയ കാലയളവ്. പക്ഷേ CH കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു. കേരളത്തിലെ നിലവിലെ ആദ്യത്തെയും അവസാനത്തെയും എന്ന് പറയാവുന്ന മുസ്ലിം മുഖ്യമന്ത്രി. ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് ഉപമുഖ്യമന്ത്രിയായി വരും എന്നൊക്കെ പറഞ്ഞ് വലിയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, ആശങ്ക പരത്തിവിടാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ. അവർക്കറിയില്ല കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി, അതും ലീഗിൻ്റെ തന്നെ പരമോന്നത നേതാവ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കേരളത്തിൽ അന്നൊന്നും ഒരു ആകാശം ഇടിഞ്ഞു വീണിട്ടില്ല എന്ന്. അതുപോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇനി 9ാമത്തെ മുഖ്യമന്ത്രി, അത് EK നായനാരാണ്.
കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് ഇ കെ നായനാരാണ്. 3 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുണ്ട്. കെ കരുണാകരൻ 4 തവണയും എ കെ ആന്റണി 3 തവണയും ഒക്കെ ആയിട്ടുണ്ടെങ്കിലും കാലയളവിൽ പക്ഷേ നായനാറാണ് മുന്നിൽ. ആദ്യം 1980 ജനുവരി 25 മുതൽ 1981 ഒക്ടോബർ 20 വരെ. രണ്ടാമത് 1987 മാർച്ച് 26 മുതൽ 1991 ജൂൺ 17 വരെ. ഒടുവിൽ 1996 മെയ് 20 മുതൽ 2001 മെയ് 13 വരെ. നായനാർക്കും ആന്റണിക്കും പിന്നാലെ പുതിയൊരു തലമുറ മാറ്റം സംഭവിച്ചു. അത് കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയിലൂടെയായിരുന്നു. കേരള മുഖ്യമന്ത്രിയാകുന്ന 10ാമത്തെ ആൾ എ കെ ആന്റണിയെ 2004 4 വർഷം പൂർത്തിയാകും മുമ്പ് തുരത്തി ഓടിച്ച് ഉമ്മൻചാണ്ടി ആദ്യ തവണ മുഖ്യമന്ത്രിയായി. 1.5 വർഷത്തോളം മാത്രം കാലം നീണ്ട മുഖ്യമന്ത്രി കസേര. 2004 ഓഗസ്റ്റ് 31 മുതൽ 2006 മെയ് 12 വരെ. അത് കഴിഞ്ഞ് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ VS തരംഗം സംഭവിച്ചു. 2006 മെയ് 18 VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. 11ാമൻ VSന്റെ സംഭവബഹുലമായ കാലം 2011 മെയ് 18 അവസാനിച്ചു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. എന്നാൽ ആ കാലം ഇരുണ്ട കാലം എന്ന് ഭരണരംഗത്ത് വിളിക്കപ്പെട്ടു. 2011 മുതൽ 16 വരെയുള്ള കാലം തകർന്ന് തരിപ്പണമായ കേരളം. 2016 വമ്പൻ ഭൂരിപക്ഷത്തോടെ LDF തിരിച്ചു വന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. കേരള മുഖ്യമന്ത്രിയാകുന്ന 12ാമത്തെ ആൾ. 2021 മെയ് 5 വരെ. അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി തരംഗം. 2021 മെയ് 20 രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റു. കേരള ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് വിജയിച്ച് തുടർഭരണവും 2 ഫുൾ ടേമും പൂർത്തിയാക്കൽ സംഭവിച്ചു. പിണറായി അങ്ങനെ ചരിത്രം കുറിച്ചു. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന 13ാമനായി VD സതീശൻ ഉദിച്ചുയരുകയാണ്. 62 വയസ്സാണ് VD സതീശന്. ഒരു രാഷ്ട്രീയ നേതാവിന് ഇക്കാലത്ത് അത് സുവർണ്ണ കാലത്തിൻ്റെ ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയത്തിലെ യൗവനം എന്ന് തന്നെ പറയാം താരതമ്യേന. ഇനി കേരളത്തിലെ കോൺഗ്രസിൽ സതീശൻ യുഗം ആരംഭിക്കുന്ന ലക്ഷണങ്ങളും കാണാനുണ്ട്. വമ്പൻ തിരിച്ചടികൾ ഉണ്ടായില്ലെങ്കിൽ സതീശൻ ആ വണ്ടി തെളിക്കും ഇനിയൊരു ദശകക്കാലത്തേക്കെങ്കിലും. സതീശന് അതിനുള്ള പ്രായവും ആരോഗ്യവും ഉണ്ട്. എന്നാൽ VD സതീശൻ യങ്ങായ മുഖ്യമന്ത്രിയാണോ? രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും പുതിയ കാലത്ത് താരതമ്യ ഭേദത്തിൽ അങ്ങനെ ഒരു വർണ്ണന എന്ന നിലയിൽ നമുക്ക് പറയാം. പക്ഷേ അക്കാർത്ഥത്തിൽ അങ്ങനെയല്ല. കാരണം സതീശന് അക്കങ്ങളിൽ വയസ്സ് അതൊക്കെ കടന്നിട്ട് കാലം കുറയായി. എങ്ങല്ല. കേരള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവരുടെ കൂട്ടത്തിൽ പോലും സതീശനില്ല. മുഖ്യമന്ത്രിമാരുടെ ശരാശരി പ്രായത്തിന് മേലെയാണ്. സ്ഥാനമൊഴിഞ്ഞ പിണറായി വിജയന് 80 പ്രായം. കൂടിയ പ്രായമാണ്. മുഖ്യമന്ത്രിയായപ്പോൾ 70 ആയിരിക്കുമല്ലോ 10 കൊല്ലം മുമ്പ്. താരതമ്യേന പിണറായിയേക്കാൾ പ്രായം വളരെ കുറവാണ് സതീശന്. എന്നാൽ അത്രക്കൊന്നും കുറവല്ല താനും. പിണറായി മുഖ്യമന്ത്രിയാകുമ്പോൾ 70 വയസ്സാണെന്ന് പറഞ്ഞല്ലോ. VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 62 വയസ്സ്. വെറും 8 വയസ്സിൻ്റെ ഇളപ്പം മാത്രം. അപ്പോൾ ശരിക്കും പ്രായത്തിൽ കുറഞ്ഞ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ്? വിശദമായി നോക്കിയാൽ തലയുയർത്തി അവിടെ എ കെ ആന്റണി 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കാണാം. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എ കെ ആന്റണി. 37 വയസ്സിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയത്. അത് തിരുത്തപ്പെടാത്തതും ഇനി തിരുത്തപ്പെടാൻ ഇടയില്ലാത്തതുമായ റെക്കോർഡാണ്. കാരണം ഇനിയുള്ള കാലത്തൊന്നും, പ്രത്യേകിച്ചും ആയുർദൈർഘ്യം മനുഷ്യന് വളരെയധികം അക്കാലത്തെ അപേക്ഷിച്ച് കൂടിയ കാലമാണ്. ഈ 37 വയസ്സൊന്നും മുഖ്യമന്ത്രിയാകുക എളുപ്പമല്ല. അതൊക്കെ യൗവനമായിട്ടേ കണക്കാക്കപ്പെടൂ. പിള്ളേർ സെറ്റിൻ്റെ പ്രായം നമ്മൾ പറയിക്കാലത്ത്. ഇനി രണ്ടാമത്തെ പ്രായം കുറഞ്ഞ ആൾ ആരാണ്? സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് 1947 മുഖ്യമന്ത്രിയാകുമ്പോൾ 48 വയസ്സാണ്. പിന്നീട് R ശങ്കർ 62 അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ 53 വയസ്സാണ്. അതിന് പിന്നാലെ C അച്യുതമേനോനാണ്. 1969 അച്യുതമേനോൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 56 വയസ്സ്. അതും കഴിഞ്ഞ് PK വാസുദേവൻ നായർ 1978 അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ 52 വയസ്സ്. CH മുഹമ്മദ് കോയ 79 മുഖ്യമന്ത്രിയാകുമ്പോൾ 52 വയസ്സ്. കെ കരുണാകരൻ 59ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി. ഇ കെ നായനാർ 62ാമത്തെ വയസ്സിലാണ് 1980 ആദ്യം മുഖ്യമന്ത്രിയായത്. ഉമ്മൻചാണ്ടി 2004 61 വയസ്സിലാണ് മുഖ്യമന്ത്രിയായത്. ഇപ്പോഴത്തെ സതീശനേക്കാളും 1 വയസ്സ് മാത്രം കുറവുണ്ടായപ്പോൾ. ഇനി ബാക്കിയുള്ളവരുടെ പ്രായമോ? പട്ടം താണുപിള്ളക്ക് 75 വയസ്സായിരുന്നു മുഖ്യമന്ത്രിയാകുമ്പോൾ 1960. VS അച്യുതാനന്ദൻ 83 വയസ്സായിരുന്നു 2006 മുഖ്യമന്ത്രിയാകുമ്പോൾ. പിണറായി വിജയന് 70 വയസ്സ്. VD സതീശൻ ഔദ്യോഗിക രേഖകൾ പ്രകാരം 1964 മെയ് 31 ജനന വർഷം. അതായത് 62 വയസ്സ് തികയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയാണിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉണ്ടാവുക. മറ്റൊരു കൗതുകം പിണറായി വിജയൻ്റെയും ജന്മമാസം മെയ് തന്നെയാണ് എന്നതാണ്. മെയ് 24. സംഭവം എന്തായാലും ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ സതീശൻ 8ാം സ്ഥാനത്തേ വരികയുള്ളൂ. ഇ കെ നായനാരുടെ അതേ പ്രായം മുഖ്യമന്ത്രിയാവുമ്പോൾ 62. നായനാർക്കും അതായിരുന്നു പ്രായം, സതീശനും 62. എന്നാൽ വർത്തമാനകാലത്ത് ഈ പ്രായം രാഷ്ട്രീയത്തിൽ അത്ര വലിയ പ്രായമൊന്നുമല്ല.
പിണറായി വിജയൻ 70 വയസ്സിലാണ് മുഖ്യമന്ത്രിയാവുന്നത്. VS 83 മുഖ്യമന്ത്രിയാകുമ്പോൾ. പിന്നീടും VS ആ 83 കഴിഞ്ഞ് 88 5 വർഷം പൂർത്തിയായി. പിന്നീട് 5 വർഷം പ്രതിപക്ഷ നേതാവായി. പിന്നീടുള്ള 5 വർഷം മുഖ്യമന്ത്രിയാകും എന്ന് വിചാരിച്ച് പ്രചരണത്തിന് വരെ പോയി 5 വർഷം നിയമസഭയിലിരുന്ന ആളാണ്. അതുകൊണ്ട് സതീശൻ ഓടിച്ചാടി നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ ചെയ്യുന്നതിലും കേരളത്തിൻ്റെ മികവുകളും പുരോഗതിയും നിലനിർത്തി മുന്നോട്ട് പോകുന്നതിലും അതിന് മേലേക്ക് കേരളത്തെ എത്തിക്കുന്നതിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ഉപയോഗിച്ചുകൊണ്ട് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.